മനുഷ്യനെ പേടിപ്പിക്കാൻ ഞാൻ പേടിപ്പിച്ചല്ലോ, നിന്നെ വിളിച്ചല്ലേ. ഇങ്ങനെയാണോ വിളിക്കുന്നത്? ഒരു ജീവൻ മരണ പ്രശ്നത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യന്റെ പാതി ജീവനം കൂടി. എന്താ പ്രശ്നം? ഒന്നുമില്ല, അത് പിന്നെ പറയാം. നീ എവിടെ? ഞാൻ നിന്നെ അന്വേഷിച്ച് കോഫി ഷോപ്പിൽ പോയിരുന്നു. അപ്പോഴൊരു കാര്യം അറിഞ്ഞു. എന്താ? സുനിലിനെ കാണാനില്ല. നീ ടെൻഷൻ അടിക്കണ എന്തിനാ? കാണാതായത് സുനിലിനെ അല്ലേ, നമ്മുടെ സുനിലിനെ. അതിന്റെ ഒരു ടെൻഷനാ. അതിനിങ്ങനെ ടെൻഷൻ അടിക്കൂ? ഞാനിങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിക്കും, അതെന്റെ ഇഷ്ടം. പിന്നെ കോഫി ഷോപ്പിൽ എന്താ വിശേഷം? റോച്ചനുണ്ടോ അവിടെ? റോയ്സിന് എത്തിയിട്ടില്ല. ആനന്ദും പാറും സുനിലിനെ കാണാത്തതിന്റെ ടെൻഷനില്ല. അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുറപ്പാ. എന്ത് സംഭവിക്കാൻ? അവനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നീ നിന്റെ കരുനാക്കുളത്ത് വെറുതെ ഒന്നും പറയല്ലേ. ഞാൻ എന്തായാലും അതിന്റെ അന്വേഷണത്തിലാണ്. സുനിലിന്റെ മിസ്സിങ്ങും അതിന് പിന്നിലുള്ള സീക്രട്ടും ഞാൻ കണ്ടുപിടിക്കും. ഇങ്ങനത്തെ കുറ്റാന്വേഷണം എനിക്ക് ഭയങ്കര ഇഷ്ടാടാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവൻ ആരോടും പറയാതെ വല്ല സിനിമയ്ക്കും പോയതായിരിക്കും. നീ അതിനെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. സിനിമയ്ക്കോ? ഇത്ര രാവിലെയോ? പോവോ ടോണി? എന്നാൽ ഈ സുനിൽ എന്ത് പരിപാടിയാ കാണിച്ചത്? റോയ്ച്ചന് സുനിലിന്റെ നാട്ടിലെ അഡ്രസ് അറിയോ? അതറിയില്ല. ഷേ, എന്താ റോയ്ച്ചത്? അതൊക്കെ ഒന്ന് വാങ്ങി വെക്കണ്ടേ? എവിടെയാന്ന് വെച്ചാൽ നമ്മൾ അവനെ അന്വേഷിക്കുക. അവനെ കുറിച്ച് ഒരു വിവരം നമ്മളുടെ ഇല്ല. അവന് വല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ റോയ്ച്ചൻ കുടുങ്ങും. ഞാനെന്തിനാ കൊടുക്കുന്നത്? പിന്നെ റോയ്ച്ചനല്ലേ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. ഇത് റോയ്ച്ചന്റെ കോഫി ഷോപ്പ് അല്ലേ. ഇതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി റോയ്ച്ചന്റേതാണ്. എന്തെങ്കിലും നാളെ സംഭവിച്ചു കഴിഞ്ഞാൽ റോയ്ച്ചനാണ് സമാധാനം പറയേണ്ടി വരിക. ഓ അങ്ങനെ. അല്ല, ഇന്നലെ ഇവിടെ വല്ല പ്രശ്നങ്ങളുണ്ടായോ? ആരെങ്കിലും സുനിലിനെ ചീത്ത പറയോ മറ്റോ? സാധാരണ എന്നും പറയുന്നതാണ്, പക്ഷെ ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി ചിലപ്പോ അതിന്റെ ഫീലിങ്സ് ആയിരിക്കും അവൻ പോയത്. തമാശോട്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അവനെ പറഞ്ഞു കാണും. ഏതായാലും ഞാനും ആനന്ദും ഒന്നും ചെയ്തിട്ടില്ല. റോഷൻ അനിയനടുത്ത് ചോദിച്ചു നോക്ക്, ചിലപ്പോ അവൻ ചെയ്ത് കാണും. ഏയ്, അനു പോയ ശേഷം അവൻ പഴയ പോലെ ഒന്നുമല്ല. നന്നാവുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ടോണിയല്ലേ ആള്, കണ്ടറിയാം. അതെ, സുനിൽ ഇന്നലെ പോയപ്പോ പ്രത്യേകിച്ച് വല്ലതും പറഞ്ഞോ? അതൊന്നും ഉണ്ടായിട്ടില്ല. റോയ്ച്ച, ആനന്ദ് ഇന്നൊരു സംശയം പറഞ്ഞായിരുന്നു. എന്തത്? അത് സുനിൽ ചിലപ്പോ സൂയിസൈഡ് ചെയ്ത് കാണുമെന്ന്. അവൻ അങ്ങനൊന്നും ചെയ്യൊന്നുമില്ല. ഇനി ചെയ്താണോ? സുനിലായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അതും ശരിയാ. നമുക്കൊന്ന് പോലീസിൽ ഇൻഫോം ചെയ്താലോ? അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അതെന്താ റോയ്ച്ച, അത് പറഞ്ഞപ്പോ ഒരു ഞെട്ടല്. ഞെട്ടലോ? എന്ത് ഞെട്ടല്? അതൊന്നുമില്ല. ഏതായാലും കുറച്ചു നേരം കൂടി നോക്കാം. ആനന്ദിനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നോക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടുന്ന് വല്ലതും കാണാതായിട്ട്. സുനിൽ മോഷ്ടിക്കോ? ഒന്ന് നോക്കിയേക്കാം. വാ. സേഫിന്റെ താക്കോലും കാണാനില്ലല്ലോ. സുനിലിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് സാധാരണ ഇവിടെ വെച്ചിട്ടാ പോവാറ്. അതിനകത്തല്ല പൈസ അല്ല. അതെ റോയ്ച്ച, അത് സുനിൽ എന്നെ എടുത്തു കാണും. അവനെന്തിനാ താക്കോല്? താക്കോലല്ല, സുനിൽ ആ സേഫിന്റെ പണം മുഴുവൻ എടുത്തിട്ട് അതാരും അറിയാതിരിക്കാൻ പൂട്ടിയിട്ട് പോയി കാണും. സുനിൽ കോഫി ഷോപ്പിൽ എത്തിയിട്ടുണ്ടോന്ന് വിളിച്ചു ചോദിക്കാൻ പറയാൻ വരുമായിരുന്നു. നീ എന്തിനാ ടെൻഷൻ അടിച്ചേ? അത് സുനിലിന്റെ പേര് കേട്ടപ്പോ. സുനിൽ എന്ന പേര് കേട്ടുമ്പോ ഞെട്ടാൻ അവനെന്താ ദാവൂദ് ഇബ്രാഹിം? നിന്റെ ഞെട്ടലിൽ എന്തോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ. അത് പന്തികേടിന്റെ അല്ല, എവിടെ കിടക്കുന്ന വേസ്റ്റിന്റെ. അവൻ നിന്റെ അറിവിൽ വല്ല ശത്രുക്കളും ഉണ്ടോ? ഇല്ല. കാമുകിമാർ? അതുമില്ല. അപ്പൊ പിന്നെ ആത്മഹത്യ ചെയ്തതാകാനാണ് വഴി. നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അറം പറ്റുന്നതെന്ന് പറയരുതെന്ന്. എന്നാ ചിലപ്പോ അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കി മുങ്ങിയതായിരിക്കും. നിന്റെ റോയിച്ചിന് പണിയായടാ. ഒന്ന് നിർത്തുന്നുണ്ടാ നീ? അവനെ എനിക്കറിയാം. നീ ഓരോന്നും ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അവൻ നല്ലവനാ. നിനക്കെന്താ സുനിലിനോട് പെട്ടെന്നൊരു സ്നേഹം? അത് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്. ഞാനതങ്ങനെ പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഞാനങ്ങനെ പെൺപിള്ളേരോട് അങ്ങനെയല്ലല്ലോ. നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിനക്ക് വേറെ ഒരു പണിയില്ല. ഞാൻ പോവാ. എന്തായാലും നീ കോഫി ഷോപ്പിലേക്കല്ലേ, അവിടെ ആരുമില്ല. ഞാൻ എന്റെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കട്ടെ. ഇത് കോഫി ഷോപ്പിന്റെ സേഫിന്റെ കീ അല്ലേ? ഇതെങ്ങനെ നിന്റെ ഒന്നും? അയ്യോ,
അവിടെ ചെന്നപ്പോ ചുമ്മാ കറക്കാൻ എടുത്തതാ. സുനിലിനെ കാണാനില്ലാത്ത ടെൻഷനിൽ തിരിച്ചു വെക്കാൻ മറന്നുപോയി. ഇത് റോയിച്ചൻ അറിഞ്ഞ നിന്നെ ഇതുപോലെ എടുത്തിട്ട് കറക്കും. വേഗം തിരിച്ചെത്തിച്ചേ. ഇതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന ഇപ്പൊ ശരിയാവില്ല. നീ ഏതായാലും അങ്ങോട്ടേക്കല്ലേ, പ്ലീസ് ഇതൊന്നും അവിടെ വെക്കടാ പ്ലീസ്. ആ ശരി. അപ്പൊ ശരിടാ. റോയിച്ചിനോട് പ്രത്യേകം പറഞ്ഞ എനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് കേട്ടോ. ശരി, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ റോയിച്ചിന് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നീ ഇതൊന്നും ചെന്ന് എഴുന്നള്ളിക്കണ്ട. ആരും കാണാതെ ഇതവിടെ വെച്ചാ മതി പ്ലീസ്. പോട്ടെ. ഇത് ഞാൻ ശരിയാക്കി തരാം. ശരിയാക്കി തരാടാ. സേഫ് കുത്തി പൊളിച്ചപ്പോൾ നിനക്കൊക്കെ സമാധാനമായില്ലേ? അതിൽ നിന്ന് പൈസ ഒന്നും പോയിട്ടില്ലല്ലോ. ശരിയാ, ഒരു പൈസ പോലും പോയിട്ടില്ല റോയ്ച്ച. നീയല്ലേ പറഞ്ഞോ പൈസ എടുത്ത് മുങ്ങിയായിരിക്കും. അത് ഞാനൊരു സംശയം പറഞ്ഞല്ലേ. റോയ്ച്ചനും പറഞ്ഞില്ലേ ഒരു സംശയം? ഇപ്പൊ സേഫിന്റെ പൂട്ട് പൊളിച്ചത് കേടുവരുത്തിയപ്പോ തീർന്നല്ലോ എന്ന സംശയം. ആ പാവത്തിന് വെറുതെ സംശയിച്ചു. ഇവിടെ എങ്ങാനും ഒന്നും പോയിട്ടില്ല. പക്ഷെ എന്നാലും ആ സേഫിന്റെ കീ എവിടെ പോയി? റോയിച്ച, സേഫിന്റെ കീ. നീ ഇതുമായിട്ട് എവിടെ പോയി കാണാ? ഞങ്ങളിവിടെ സേഫ് കുത്തി തുറന്നിട്ടിരിക്കുക. അയ്യോ റോയിച്ച, ഇത് ഞാൻ നീരജിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വന്നത്. നീരജിന് എന്തിനാണ് ഇവിടുത്തെ കീ? അവനിവിടെ രാവിലെ വന്നപ്പോ അറിയാണ്ട് മാറിയെടുത്ത. ആകെ പ്രശ്നമുള്ളെന്ന് ഞങ്ങൾ വിചാരിച്ച് സുനിൽ സേഫിൽ നിന്ന് പൈസ മോഷ്ടിച്ചാണോ? ഏയ് ഇല്ല റോയിച്ച, സുനിൽ അങ്ങനെ ഞാൻ ചെയ്യത്തില്ല. ആട്ടെ, സുനിലുമായിട്ട് നീ വല്ല പ്രശ്നം ഉണ്ടായോ? ഇല്ല. റോയിച്ചനോട് ആരും പറഞ്ഞു? അതിപ്പോൾ എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? നിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇപ്പം എന്തോ പ്രശ്നമുണ്ടല്ലോ. അല്ല, ഈ ഇല്ലാത്ത കാര്യം ആരാ റോയിച്ചനോട് പറഞ്ഞതെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ഞാനൊരു എത്തുംപിടി കിട്ടുന്നില്ലല്ലോ. റോയ്ച്ച, അതേ സുനിലിന്റെ പേഴ്സ്. ഞാൻ പോവുകയാണ്. ആരും എന്നെ അന്വേഷിക്കരുത്. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഈ ലോകം എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എൻ്റെ മരണവിവരം അറിയുമ്പോൾ ആരും കരയരുത്. ആ ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. സ്നേഹത്തോടെ, സുനിൽ. കണ്ടോടാ, ഇത് കണ്ടോടാ അവൻ്റെ സ്നേഹം. സ്വന്തം അനിയനായ നിന്റെ പേഴ്സിലുണ്ടോടാ എൻ്റെ ഫോട്ടോ? അതാണ് സുനിൽ. ആ പാവത്തിനെ നിങ്ങൾ ആരെങ്കിലും തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ടോ? സംസാരിച്ച് നിൽക്കാതെ പോയി ഒന്ന് അന്വേഷിക്കും റോയ്ച്ച. അയ്യോ ദേ സുനിൽ. ദേ രണ്ടാം തവണയും ആത്മഹത്യയിൽ തോറ്റിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നീ എങ്ങനെ ആത്മഹത്യ ചെയ്യാനാ നോക്കിയേ? ഞാൻ ആത്മഹത്യ നോക്കിയതല്ല. പിന്നെ നിന്റെ പേഴ്സിൽ നിന്നിട്ട് ഈ കത്തന്നടാ. അത് ഞാൻ കഴിഞ്ഞ തവണ എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പാ. പിന്നെ നിനക്കിപ്പോ എന്താ പറ്റിയത്? ടോണി ഒന്ന് നിന്നേ. ചോദിച്ചാ എല്ലാത്തിനും കാരണം ഈ ടോണിയാ. രാവിലെ കോഫി ഷോപ്പിലേക്ക് വരായിരുന്നു എന്നെ പിടിച്ച് ഒരു ജിമ്മിലേക്ക് അയച്ചു. അവിടെ ചെന്നിട്ട് ടോണിയാണെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞതും ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ട് പോലെ ഒരു അടിയാവുന്നത്. പിന്നെ അവിടെ ഉള്ള ജിമ്മന്മാരെല്ലാം എൻ്റെ ദേഹത്ത് എക്സസൈസ് ചെയ്ത്. ടോണിയുടെ പതിവില്ലാത്ത സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് അപകടം മണത്താ. പുതിയ ടീഷർട്ടൊക്കെ തന്ന് എന്നെ ഒരുക്കി വിട്ടത് അടി വാങ്ങാനായിരുന്നല്ലേ. അവരെന്തിനാ തല്ലിയത്? അവരവരുടെ പെങ്ങളുടെ പുറകെ ടോണി നടന്നെന്നും പറഞ്ഞായിരുന്നു. പിന്നെ അവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നവരൊക്കെ അടിച്ചിട്ട് പോയി. എന്താണത്? സത്യമായിട്ടും എനിക്കറിയത്തില്ല റോയിച്ച. എന്നോട് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു. എനിക്ക് വേറെ ഇടത്ത് പോകാനുള്ളതുകൊണ്ട് ഞാൻ സുനിലിനെ പറഞ്ഞു വിട്ടതാ. നല്ലോണം കിട്ടിയല്ലേ? ആ, ഇവിടെയാണ് അവന്മാര് ബൈസെപ്സിന്റെ മസിൽ ടെസ്റ്റ് ചെയ്ത്. ടോണി, എന്തായാലും ഇത് ഇച്ചിരി കൂടിപ്പോയി. ഞാൻ എങ്ങനെ അറിയാനാ റോയിച്ച അവന്മാര് തല്ലാനാ വിളിച്ചത്? ഒരാൾ ഫോൺ വിളിച്ചിട്ട് നിങ്ങളെ തല്ലാനുണ്ട് ഒന്ന് വരൂ എന്നാരെയും ചോദിക്കൂ. പണ്ടങ്ങോളുള്ള റിലേഷന്റെ പേരല്ല ഇപ്പോ വിളിച്ചിട്ട് തല്ലിയത്. ടോണി അറിയാതെ ചെയ്താ റോയ് സാറേ. എന്നാലും കൊള്ളണ്ട ഭാഗ്യം എനിക്കായിരുന്നു. പോട്ടെ. റോയ്ച്ചൻ എന്താ പറഞ്ഞേ? ടോണി ആളാകെ മാറിയെന്നല്ലേ?